അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു, എക്സാലോജിക്കിനെ പറ്റി കേട്ടു, മെസ്സി സ്കാമിനെ പറ്റി കേട്ടു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്. അതിൻ്റെ ഒപ്പം ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, BJP ചെയ്യാൻ തയ്യാറാണ്. അതിനൊപ്പം മാധ്യമ ദല്ലാൽമാരെ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്കാമിൽപ്പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അല്ല ഞാനത് TV-യിൽ കണ്ടു. അതങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അവര് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് 100% ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവകാശമുണ്ട്. ആ സ്റ്റേറ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാൻ. അതാണ് സത്യം, അതാണ് ഫാക്ട്. അല്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. പറയൂ. അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. നോക്കൂ, ഞാൻ കാര്യം പറയട്ടെ. ഇത് ഞാൻ കുറെ കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിൾ ലെഡ് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറയുന്നത്, ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. രണ്ടാമത്തത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ.